ഹലോ അറ്റ്ലി, നിങ്ങൾ ജവാനു വേണ്ടി ഉണ്ടാക്കിയ ജയിൽ സെറ്റ് പൊളിച്ചില്ലല്ലോ? ആ പാട്ടും ഡാൻസൊക്കെ ഉള്ള ജയിൽ. അജിത്തിൻ്റെ പുതിയ പടത്തിന് വേണ്ടി ആവശ്യമുണ്ട്. ആദിക് രവിചന്ദ്രൻ, മാർക്ക് ആൻ്റണിയിലൂടെയാണ് പുള്ളിയെ എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് മറ്റേ തൃഷയില്ലാന, നയൻതാര, അടങ്കാതവൻ, അസ്രാതവൻ അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി തൊട്ട് മുമ്പ് എടുത്ത ഫാൻറ്റസി പടമാണ് നല്ല രീതിയിൽ സെറ്റായെങ്കിലും പുള്ളി എടുക്കുന്ന എല്ലാ പടങ്ങളും ഒരു ഫാൻറ്റസി പടം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പടവും ഗുഡ് ബാഡ് അഗ്ലി ഇതും അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പുള്ളി ഒരു വലിയ തല ഫാനാണ്. ലൈക്ക് തല എന്ന് പറയാൻ പാടില്ല, AK അല്ലെങ്കിൽ അജിത് കുമാർ. സോ അജിത് ഫാനാണ് പുള്ളി. അപ്പോൾ അജിത് ഫാൻ എന്നുള്ള നിലയിൽ ഒരു ഹാർഡ് കോർ അജിത് ഫാൻ പുള്ളിക്കാരനും നമ്മൾ ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് യൂട്യൂബ് വീഡിയോ വരത്തില്ലേ, ഒരു 2.5 മിനിറ്റ് 3 മിനിറ്റ് ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വരും. പഴയ പടങ്ങളുടെയൊക്കെ സംഗതികളൊക്കെ എടുത്തു വെച്ചും പിന്നെ കുറേ ഗ്രാഫിക്സും ഇപ്പം കുറച്ച് പേര് മോഡലൊക്കെ ചെയ്ത് 3D ആർട്ടൊക്കെ ചെയ്ത് ഗ്രാഫിക്സിലൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ വരുന്നുണ്ട്. കോവിഡ് സമയത്ത് ഇതുപോലെ കുറേ ആർട്ടിസ്റ്റുകൾ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. സിനിമയിൽ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അജിത്ത്, വിജയ്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ഇവരെയൊക്കെ ഒരു സീനിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് 3D മോഡലിൽ VFX ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ഒരുപാട് പയ്യന്മാർ യൂട്യൂബ് വീഡിയോസൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കോവിഡ് സമയത്താണ് കൂടുതലായിട്ട് ക്ലിക്കായി വന്നിട്ടുണ്ടായിരുന്നത്. സോ അവരെയൊക്കെ ഈ പടത്തിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിൽ വാരിയിട്ട് കത്തിപ്പായിരുന്നു പടം തുടക്കം തൊട്ട് അവസാനം വരെ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞ പടത്തിനകത്ത് അതിനകത്തൊരു ഫാൻറ്റസി എലമെൻറ്റ്, ടൈം ട്രാവലിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഒരു വേൾഡ് ഉണ്ടല്ലോ, മാർക്ക് ആൻ്റണിയുടെ ഒരു വേൾഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ. സോ അതിനകത്തേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു GBU വേൾഡ്, ഒരു യൂണിവേഴ്സ് തന്നെയാണ് ഈ പടത്തിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വൻ കോമഡികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറിയൻ മോഹൻലാൽ എന്നറിയപ്പെടുന്ന മറ്റേ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, മവോ ഡോങ്ങോ, പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. സോ പുള്ളി ഡോങ്ലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഗ്രാഫിക്സിലാണ് കൊണ്ടുവരുന്നത് അതിനകത്ത് ചെയ്ത പോലെ. അത് എനിക്ക് ജോൺ വിക്കിനെ കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ മണി ഹേസ്റ്റിലുള്ള പ്രൊഫസറിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര രസമാണ്. അപ്പം എന്തും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവരൊന്നും കിട്ടത്തില്ല അല്ലേ, എന്നാൽ പിന്നെ നമുക്ക് അവരെയൊക്കെ അങ്ങ് 3D ആർട്ടൊക്കെ ചെയ്ത് ഗ്രാഫിക്സിലേക്ക് കൊണ്ടുവരാം, നമുക്കത് VFX ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പഴയ അജിത്തിനെ ഭയങ്കര രസമായിട്ട് ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഗ്രാഫിക്സിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ കനം കുറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനുവേണ്ടി. അപ്പോൾ കനം കുറഞ്ഞ സമയത്ത് പുള്ളി നമ്മുടെ ഏജിങ് ടെക്നിക്കൊക്കെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിനകത്ത് കാണാൻ. നമ്മൾ തൊട്ട് മുമ്പ് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് വിജയുടെ പടമായിട്ട് കമ്പയർ ചെയ്യാം. വിജയുടെ പടത്തിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഏജിങ് അത്രയും ശരിയായില്ല, വർക്കായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് ശരിക്കും പുള്ളി കനവും കുറഞ്ഞു, എന്നാൽ ഈ ചുളുക്കമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറ്റി ശരിക്കും ഒരു 20 വർഷം മുമ്പുള്ള അജിത്തിനെ നമുക്ക് ശരിക്കും നന്നായിട്ട് ഇതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റി. പുള്ളിയുടെ പഴയ പടങ്ങളുണ്ടല്ലോ, ദീന, ബില്ല തുടങ്ങിയ പടങ്ങളിലെ റെഫറൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിനിമയെന്നല്ല, ഒരു സ്പൂഫ് പോലെ എനിക്ക് തോന്നി. മലയാളത്തിൽ ഇതിനെ കുറഞ്ഞ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ മോഹൻലാലിനെ വെച്ചിട്ട് പെരിച്ചാഴി എന്ന് പറഞ്ഞൊരു പടം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, മോഹൻലാലിൻ്റെ പഴയ പടത്തിലെ പാട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഒരു സ്പൂഫ് പോലത്തെ രീതിയിൽ. അപ്പം ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. പഴയ പടങ്ങളിൽ വരുന്നുണ്ട്, പഴയ പടങ്ങളിലെ റെഫറൻസ്, നായികമാർ, സീന്, ഓരോ ക്യാരക്ടറിന് പ്രത്യേക സീന്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ആദിക് രവിചന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഒരു ഡയറക്ടറുടെ മകനാണ്. ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ ശിവാജി ഗണേശൻ്റെ ചെറുമകൾ നടൻ പ്രഭുവില്ലേ, പ്രഭുവിൻ്റെ മകൾ ഐശ്വര്യ പ്രഭുവിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. സോ ഓൾറെഡി പുള്ളിക്കാരൻ ഫിലിം ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി സെറ്റപ്പിലുള്ള നെപ്പോക്കെട്ട് പരിപാടി തന്നെയാണ്. പിന്നെ അജിത്ത് ഫാൻ എന്തും ചെയ്യാം, അഴിച്ചു വിട്ടിരിക്കുകയാണ്, ഡയറക്ടറിനെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. അജിത്ത് അതിനനുസരിച്ച് പുള്ളിക്കാരൻ എന്ത് വൈബിൽ പോകുന്നു ആ വൈബിലനുസരിച്ച് അജിത്ത് നിൽക്കുന്നുണ്ട്. ഇത് ഒരു തരത്തിലും ഈ ഡയറക്ടർക്കോ ഇതിൻ്റെ ക്രൂവിനോ ഇതൊരു ക്രിഞ്ച് പരിപാടിയാണെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്തൊരു അവരുടെ വിജയമായിട്ട് തോന്നിയത്. നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് ഇങ്ങനെയും കാണിച്ചിട്ട് ഒരു കഥപ്പടം പോലെയൊക്കെ കാണിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് കയ്യിൽ നിന്ന് പോയേനെ. ഇത് ഫുൾ ആൻഡ് ഫുൾ നമ്മൾ അശ്വിൻ കോക്കിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മലങ്കൾട്ട് ഫീലിൽ നമുക്കിരുന്ന് കാണാം. പക്ഷേ എന്നാൽ ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിട്ട് വളരെ ജെന്യൂനായിട്ടാണ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്നത്. റോക്കറ്റ് ലോഞ്ചർ വെച്ചടിക്കുന്നതായിക്കോട്ടെ, ഈ പറഞ്ഞ കണക്ക് വാരിയിട്ട് കത്തിപ്പ്, തോക്ക് അവിടെ നിന്ന് തോക്കെടുക്കുന്നു, ഇവിടെ നിന്ന് തോക്കെടുക്കുന്നു, കാർ എടുക്കുന്നു, ലോജിക്കൊന്നും ചിന്തിക്കരുത്. നമ്മളിപ്പോൾ ആ കാർ എവിടെ നിന്ന് കിട്ടി, ഈ ബൈക്ക് എവിടെ നിന്ന് വന്നു എന്നൊന്നും ചോദിക്കരുത്. കാറുണ്ട്, ബൈക്കുണ്ട്, സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തുമെന്ന് പറയുന്ന നിനക്ക് സാധനം വരുന്നുണ്ട്, ഹെലികോപ്റ്ററില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിങ്ങനെ തൂത്തുറക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഒരു 100 പേര് വെടി വെച്ചിട്ട് അടുത്ത 100 പേര് വരുന്നു, തക്ക എല്ലാവരെയും ഒറ്റയ്ക്ക് വെടി വെച്ചെടുത്തുള്ളൂ. അങ്ങനെയാണല്ലോ. നമ്മൾ സരോജ് കുമാറിൻ്റെ സ്വപ്നത്തിലുള്ളൊരു നായക കഥാപാത്രമുണ്ടോ, ഇന്ന് അവരിടിക്കാനോ ഒരിടി പോലും ഞാൻ കൊള്ളില്ല എന്നുള്ള ആ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടല്ലോ. സോ സരോജ് കുമാർ സ്വപ്നത്തിൽ കണ്ട ആ ഒരു സിനിമ ലൈഫാണ് അജിത്ത് ഈ പടത്തിനകത്ത് ചെയ്യുന്നത്. പക്ഷേ അജിത്ത് ജെനുവിൻലി നമുക്ക് അയാളുടെ റിയൽ ലൈഫിൽ നമുക്കറിയാം പുള്ളിക്കാരൻ എന്തോരം ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ്. ലൈക്ക് ഒരു
കാർ റേസിങ്, പുള്ളിയുടെ മറ്റേ പൈലറ്റ് പരിപാടികൾ, പുള്ളിക്കാരൻ ജെനുവിൻലി ആളുകളോട് ഇടപെടുന്ന രീതി, പുള്ളിക്കാരൻ്റെ എന്താണ് റിയൽ അല്ലാത്ത ലൈഫ്, റിയൽ ലൈഫ് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ പുള്ളി ഇങ്ങനെ സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ ഫാൻസിന് വേണ്ടി മാത്രം, എല്ലാ പടവും പുള്ളി ഫാൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പുള്ളിക്ക് വേണ്ടി പടം ചെയ്യുന്നേ ഇല്ലെന്ന് തോന്നുന്നു. ഈ പടം എന്ന് പറഞ്ഞാൽ ഫുൾ ആൻഡ് ഫുള്ള് ഫാൻസിന് വേണ്ടി, ഫസ്റ്റ് ഷോട്ട് തൊട്ട് അവസാനം വരെ ഫാൻസിന് വേണ്ടി ഫാൻ ആയിട്ടുള്ള ഫാൻ ബോയ് എടുക്കുന്ന പടം. അത് എൻജോയബിൾ ആണോ എന്ന് ചോദിച്ചാൽ എൻജോയബിൾ ആണ്. നമുക്ക് എന്താണ് ചെവിക്കല്ലടിച്ച് പൊളിക്കുന്ന സൗണ്ട്. GV പ്രകാശ് കുമാർ പുള്ളി അഴിച്ചുവിട്ടേക്കാണ്. ഡയറക്ടർ പറഞ്ഞാണ് ഇത് ഒറ്റ സാധനം ആൾക്കാർക്ക് കേൾക്കരുത്, ഇത് അങ്ങ് അലറി വിളിച്ച് ഇത് ചെയ്തേക്കണം. ഇതിനകത്ത് OG സംഭവം എന്നുള്ള പാട്ടിനകത്ത് ഈ ഡയറക്ടർ ആദി രവിചന്ദ്രൻ തന്നെ വോക്കൽ കൊടുത്തിട്ടുണ്ട്. ആ പാട്ട് വിട്ട് സിങ്ക് ആവുന്നില്ല, പുള്ളിക്കാരനങ്ങ് അലറുക, എന്ന മുറിച്ചങ്ങ് അലറുക. അപ്പോൾ അത് കണക്ക് തന്നെയാണ് ഈ പടം. ഒരു മൈൻഡ്ലെസ് കോമഡി മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അത് കണക്ക് ഇതൊരു മൈൻഡ്ലെസ് ആക്ഷൻ മൂവിയാണ്. പോവുക, കയറി ഇരിക്കുക, മറ്റേ സീറ്റ് ബെൽറ്റ് ഇട്ട് അങ്ങ് ഇരുന്നാൽ മതി. അങ്ങ് തുടക്കം തൊട്ടങ്ങ് അട്ടി തൂത്തുറക്കിയിട്ടുള്ള ഇടി, അവിടെ നിന്നും ഇവിടെ നിന്നും വില്ലന്മാർ. അർജുൻ ദാസ് എടുത്തു പറയേണ്ടതാണ്. അർജുൻ ദാസാണ് പടത്തിലെ വില്ലൻ. അർജുൻ ദാസിൻ്റെ ക്യാരക്ടർ എടുത്തു പറയേണ്ടതാണ്. പുള്ളിയുടെ പെർഫോമൻസ് ആ ഒരു സെറ്റപ്പിൽ അജിത്തിൻ്റെ വില്ലനായിട്ടൊക്കെ വരിക എന്നുള്ളത്. പിന്നെ ജാക്കി ഷറഫിനെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ജാക്കി ഷറഫിൻ്റെ ക്ലൈമാക്സിൽ പുള്ളി ഒന്നും പറയുന്നില്ല, പുള്ളി എവിടെ പോയോ ഇല്ലയോ, പുള്ളി തട്ടൂലേ ഒന്നും പറയുന്നില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ ജാക്കി ഷറഫ് നല്ല ഗുമ്പിൽ ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ലാഫിങ് ഗ്യാസൊക്കെ വെച്ചിട്ട് വരുന്നൊരു വില്ലൻ കൈൻഡ്. പിന്നെ പ്രത്യേകിച്ച് വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല. തൃഷയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിണ്ണൈത്താണ്ടി വരുവായ്ക്ക് ശേഷം തൃഷയുടെ ക്യാരക്ടർ ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല. മകനായിട്ട് വരുന്നത് നമ്മുടെ സാലാറിലും ഇപ്പോൾ എമ്പുരാനിലൊക്കെ ഉണ്ടായിരുന്ന പയ്യനുണ്ടല്ലോ, പൃഥ്വിരാജിൻ്റെ ചെറുപ്പം ചെയ്ത പയ്യൻ. അങ്ങനെ കൊള്ളാം കേട്ടോ, അവൻ കൊടുത്തിരിക്കുന്ന പരിപാടിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഇതിനകത്ത് പ്രഭുവുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ആദിക് രവിചന്ദ്രൻ്റെ അമ്മായിപ്പൻ പ്രഭുവുണ്ട്. നമ്മുടെ സുനിൽ, തെലുങ്ക് പടങ്ങളിലെ സുനിൽ, പുള്ളി ഒരു രസമാണ്, പുള്ളി വന്നിട്ടുണ്ട്. പിന്നെ കോമഡിക്ക് വേണ്ടി നമ്മളിങ്ങനെ തൂകിയിടുന്ന പോലെ ഒരു സീനിൽ യോഗി ബാബുവും, രണ്ട് സീനിൽ നമ്മുടെ റെഡിൻ കിങ്സ്ലിയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കോമഡിക്ക് പാകത്തിന് കോമഡി എന്ന് പറയുന്നത്. പ്രസന്നയുണ്ട്, സ്നേഹയുടെ ഹസ്ബൻഡ് പ്രസന്ന, പുള്ളിയും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു അളിയൻ, മാമ ക്യാരക്ടർ. ഷൈൻ ടോം ചാക്കോ, ഉഷ ഉതുപ്പ്, സിമ്രൻ, ഇവരെയൊക്കെ കൊണ്ടുവന്ന് കോമഡി ആക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രിയ വാര്യർക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ക്യാരക്ടർ കിട്ടി. എന്നാലും അജിത്തിൻ്റെ കഴിഞ്ഞ പടങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പടം ഒരു പണം വാരി സിനിമയാണ്. ഫാൻസിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമുക്കും പോയി കാണാം, ഒരു ഫൺ വാച്ച് എന്നുള്ള നിലയിൽ. ആക്ച്വലി ഇത് മലയാള സിനിമകൾ ഒരു 3-4 ഒരുമിച്ചിറങ്ങിയതിൻ്റെ കൂട്ടത്തിൽ വന്ന സിനിമ ആയതുകൊണ്ട് തിയേറ്ററുകളൊന്നും അധികം കിട്ടിയില്ല. അപ്പോൾ ബസൂക്കയൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഇപ്പോൾ ഇതിന് കുറച്ച് കൂടുതൽ സ്ക്രീൻസ് കിട്ടി. അപ്പോൾ ഇത് ഈ ഒരാഴ്ച കൂടെ നന്നായിട്ട് കേരളത്തിൽ ഓടാനുള്ള സാധ്യതയുണ്ട്. ക്യാമറ അഭിനന്ദൻ രാമാനുജൻ എടുത്തു പറയേണ്ട വർക്കാണ്. നല്ല രീതിയിൽ നല്ല ഗംഭീരമായിട്ട് കളറ് ലൈറ്റ് പൊളിയാക്കി ഞെരിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു കളർഫുൾ അടിപ്പടം എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനകത്ത് പറയാം. എനിക്കിതിനകത്ത് ആ VFX വർക്ക് ചെയ്ത ആരായാലും അവന്മാർ പൊളിയാണ്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് GV പ്രകാശ് കുമാർ കത്തിച്ച് വിട്ടിട്ടുണ്ട്. എല്ലാം കുറേയൊക്കെ ഈ സെറ്റ് വർക്കൊക്കെ ഉണ്ടല്ലോ, അത് കാസിനോ ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു, എല്ലാം വെടിവെച്ച് പൊട്ടിക്കുന്നു, ബോംബ് വെച്ച് പൊട്ടിക്കുന്നു, ഇതൊക്കെ തന്നെ പരിപാടി. നമ്മൾ മാർക്ക് ആൻ്റണി കണ്ട സെയിം കൈൻ്റെ പരിപാടി തന്നെയാണ്. പിന്നെ കഥയും പെർഫോമൻസും അങ്ങ് തേങ്ങാപ്പണ്ണാക്കൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. അടിച്ച് പൊളിക്കുക, ഫൺ വാച്ച്. നമുക്ക് പിള്ളേരുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ രസമായിട്ട് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റുന്നൊരു പടം. നിങ്ങൾ ഈ പടം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്, എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ബൈ.